മുട്ടകൾ വിരിയാനുള്ള കാത്തിരിപ്പിങ്ങനെ നീളുകയാണ്. 50 ദിവസം പൂർത്തിയാകാറായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഏപ്രിൽ 7-ാം തീയതി രാത്രിയോട് കൂടിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റെല്ലി ഇനത്തിൽപ്പെട്ട ആമ ശംഖുമുഖം തീരത്തെത്തി മുട്ടയിട്ടത്. 81 മുട്ടകൾ അന്നിട്ടു. തീരം കടലെടുക്കുന്നതിനാൽ അന്ന് തന്നെ മത്സ്യത്തൊഴിലാളിയും ഫീൽഡ് ഓഫീസറുമായ അജിത് ശംഖുമുഖത്തിന്റെ നേതൃത്വത്തിൽ തീരത്തോട് ചേർന്ന് മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മുട്ടകളെ മാറ്റി. മുതൽ 55 ദിവസങ്ങൾ വരെയാണ് മുട്ടകൾ വിരിയാനായി എടുക്കുന്നത്. 45 ദിവസം പൂർത്തിയായതോടെ കഴിഞ്ഞ ദിവസം കുഴി തുറന്ന മുട്ടകളെ ഡോക്ടർ ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. അന്തരീക്ഷത്തിലെ ഊഷ്മാവിനനുസരിച്ചിട്ടാണ് മുട്ട വിരിയുന്ന ദിവസങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ 46 ദിവസം കഴിഞ്ഞതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും വിരിയാം. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത് മഴയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഇടയ്ക്ക് പെയ്ത കുറച്ച് ദിവസങ്ങളായിട്ട് പെയ്യുന്നൊരു മഴയുണ്ട്. ആ മഴ മാത്രമാണ് ഇതിനകത്തൊരു മുട്ട ചെയ്യാനുള്ളൊരു കാരണമായിട്ട് മാറുന്നത്. 100 മുട്ടയിൽ മുഴുവൻ വിരിയണമെന്നില്ല, പക്ഷെ എന്നാലും ഒരു 60% മുട്ടകളെങ്കിലും വിരിയേണ്ടതാണ്. എന്തായാലും ഉടൻ തന്നെ മുട്ടകൾ വിരിഞ്ഞ് കടലിലേക്ക് കുഞ്ഞുങ്ങൾ പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ശംഖുമുഖ തീരം. അതിനായുള്ള കാത്തിരിപ്പിലാണ് ആ ജനതയും. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ JB നമ്മുടെ കൂടെയുണ്ട്. ജിബിൻ, അന്ന് നമ്മൾ തത്സമയത്തിൽ ഇത് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ആ ആമയുടെ മുട്ടകളൊക്കെ അവർ എത്രത്തോളം നല്ല രീതിയിലാണ് സംരക്ഷിച്ച് വെക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴും ആ സംരക്ഷണം ഇങ്ങനെ തുടരുകയാണ്. മാത്രമല്ല ഈ കാലാവസ്ഥ മാറിയതിൻ്റെയൊക്കെ ആശങ്കയും അവർ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോഴാ ബോർഡൊക്കെ കണ്ടു, അതിലേക്ക് കടന്നു കയറരുത്, മുട്ടകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? അന്ന് നമ്മൾ ഈ ശംഖുമുഖം തീരത്തെ മത്സ്യത്തൊഴിലാളികൾ കണ്ട അതേ ആവേശം നമുക്ക് ഇപ്പോഴും അവരുടെ ഈ 50 ദിവസത്തോളം എടുക്കുന്ന അപ്പോഴും അവരുടെ മുഖത്ത് അത് കാണാൻ സാധിക്കും. കാര്യം മറ്റൊന്നുമല്ല, ശംഖുമുഖം തീരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വള്ളങ്ങളൊക്കെ തന്നെ കയറ്റിയിടേണ്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ മുട്ടയെ സുരക്ഷിതമായി നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് വലിയൊരു പ്രയാസമാണ് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ അതൊന്നും അവർ വകവയ്ക്കുന്നില്ല. അവരുടെ ആഗ്രഹം അവരുടെ നാട്ടിൽ അവരുടെ തീരത്ത് അതിഥിയായി എത്തി ഈ 81 മുട്ടകളിട്ട ആമയുടെ മുട്ടകളെയൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അവരിപ്പോൾ. അവർക്ക് ഇന്ന് നാളെയോടുകൂടി 50 ദിവസം പൂർത്തിയാവുകയാണ്. ഇനിയുള്ള 5 ദിവസത്തിനകം എപ്പോൾ വേണമെങ്കിലും ഈ മുട്ടകൾ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാം. സാധാരണഗതിയിൽ ഈ മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ തീരം എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് തന്നെ ഈ കുഞ്ഞുങ്ങൾ ആ ഒരു കടൽ തീരം തന്നെ ലക്ഷ്യമാക്കി കടലിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ബോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ കടൽ കയറിയത് കൊണ്ട് അടുപ്പിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് സെപ്പറേറ്റ് ഒരു നെറ്റൊക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് മറ്റാരും ഇല്ലാത്ത സമയത്ത് ഈ മുട്ട വിരിഞ്ഞ കുട്ടികൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ ഇടയിൽ പെട്ടുപോകാതിരിക്കാനാണ് അവർ അത്തരത്തിലൊരു സംരക്ഷണം കൂടി ഒരുക്കിയിരുന്നത്. എന്തായാലും എന്നാണോ ഈ 50 ദിവസങ്ങൾക്ക് മുൻപ് മുട്ടയ്ക്ക് അവർ സംരക്ഷണം ഒരുക്കിയ അതേ രീതിയിൽ തന്നെ ഈ 50 ദിവസം പൂർത്തിയാകുന്ന ഈ വേളയിലും അവരുടെ ആ ഒരു കരുതൽ ഇങ്ങനെ തുടരുകയാണ്. ഈ മുട്ടകൾ നമുക്കറിയാം, തിരുവനന്തപുരത്തിന്റെ തീരത്ത് ഇത്തരത്തിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഒരു ആമ, റെഡ്ലി ഇനത്തിൽപ്പെട്ട ആമ ഏകദേശം 35 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് തീരത്ത് മുട്ടയിടുന്നതെന്നുള്ളതാണ് നമുക്കന്ന് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വൈൽഡ് ഫോറസ്റ്റ് ഓഫീസറല്ല ഇതിന്റെ സുരക്ഷയൊക്കെ ഒരുക്കുന്ന അജിത് ശംഖുമുഖം എന്ന് പറയുന്ന ഒരു ഫീൽഡ് അസിസ്റ്റന്റിന്റെ നേതൃത്വത്തിലാണ് അവർ. മത്സ്യത്തൊഴിലാളിയും കൂടിയാണ് പുള്ളി. അതുകൊണ്ട് തന്നെ അയാളുടെ നേതൃത്വത്തിൽ കൂടിയാണ് ഇത്തരം ഈ ആമകൾക്ക് 81 മുട്ടകൾക്ക് ഇപ്പോഴും അവർ കരുതുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. അവരുടെ തീരത്ത് അതിഥിയായി എത്തിയതാണ്. ആമ മുട്ടയിട്ട് പോയിട്ടും ഇപ്പോഴും സംരക്ഷണം ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം, മഴയാണ്, എന്തെല്ലാം തരത്തിലുള്ള അറിയിപ്പുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംരക്ഷണം, അത് വിരിയുന്നതും കാത്ത് അവർ ഇരിക്കുന്നത്. അപ്പോൾ വിരിഞ്ഞ് തിരികെ പോകുമ്പോഴും അവർക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ശരി ജിബിൻ.